ഇത് 2019 നരേന്ദ്രമോദി വരരുതെന്നുള്ള അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചത് കോൺഗ്രസിന് അനുകൂലമായിട്ട്. പക്ഷേ ഇത്തവണ ഒരു കാര്യമുണ്ട്. നമ്മുടെ സർവേ പ്രകാരമാണെങ്കിലും അതല്ലാതെയും നോക്കിയാൽ ക്രിസ്ത്യൻ വോട്ടുകൾക്കിടയിൽ, ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡും ഉണ്ട്. അതൊരു ട്രെൻഡുണ്ട്. അല്ല, നമ്മൾ അത് മാറ്റി വെക്കണം. പക്ഷേ അവിടെ നോക്കൂ അരുൺ, BJP ഇവിടെ ഒരു ജയിക്കുന്ന ശക്തിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 5 പേരിരിക്കുന്നില്ലേ, ഞാൻ വെറുതെ ഒരു 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 റാൻഡമായി പറയാണ്, 5 പേരിരിക്കുന്നില്ലേ, 2 പേര് വോട്ട് ചെയ്യുമായിരിക്കും BJPക്ക്. എന്ന് വെച്ചാൽ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സിലും എല്ലാ ഒരു BJPക്കാരനോ അല്ലെങ്കിൽ എല്ലാ മുസ്ലിമിൻ്റെ മനസ്സിലും ഒരു SDPIക്കാരനോ ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടത്തിലൂടെ, വളരെ ധ്രുവീകരണ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നിലവിൽ താങ്ക്സ് ടു കെ സുരേന്ദ്രൻ്റെ ലീഡർഷിപ്പ് അവർ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ജയിക്കുന്ന ഒരു ബ്ലോക്ക് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ BJPക്ക് വോട്ട് കുറയുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രഡിക്ഷൻ. അതിലെനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം നമ്മളിപ്പോൾ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നമുക്കൊരു ഫാക്സിനെ ബേസ് ചെയ്ത് പറയാം. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് സർവേയാണ്. സർവേയിൽ 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് ഈ മതേതരത്വം എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് സാധാരണ വോട്ടർക്കിടയിൽ നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമേജിന് ഒരു അക്സെപ്റ്റൻസ് ഏറിയ പങ്ക് ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി അർബൻ മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ. ആ അർബൻ മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു സ്വീകാര്യത നമ്മുടെ നാട്ടിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, പല ഘട്ടങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ആ ഒരു പ്രതിച്ഛായ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വളർന്നിട്ടുണ്ട്. അല്ല, നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റിയിൽ കേരളത്തിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷെ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കില്ല. അത് ഒറ്റ കാര്യം ഞാൻ പറയാം എന്നുള്ളത്. സുരേഷ് ഗോപി അവർ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം 3 കോൺസ്റ്റിറ്റ്യുവൻസി ആണല്ലോ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ. ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഉണ്ടാവുന്ന BJPയുടെ വോട്ട് വളർച്ച നിർണായകമാണ്. ആ വോട്ട് വളർച്ച മതി BJPയുടെ കഴിഞ്ഞ തവണ പെർഫോമൻസിൽ നിന്ന് BJPയുടെ ശതമാനത്തിലേക്ക് എത്തിക്കാൻ. നിങ്ങൾ ഫാക്ട് ഓരോ ലോക്സഭാ മണ്ഡലം നിങ്ങൾ തിരുവനന്തപുരത്ത് ആരെയാണ് നിർത്താൻ പോകുന്നത്? രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ തവണ കുമ്മനം മത്സരിച്ചതോ അല്ലെങ്കിൽ O രാജഗോപാൽ മത്സരിച്ച വോട്ട് കിട്ടുമോ? ഇല്ല. എഴുതി വെച്ചോളൂ. ഞാൻ നാളെ അത് തെറ്റാണെങ്കിൽ ഞാൻ അന്ന് മാപ്പ് പറയാം. 2, ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ തേരോട്ടം നടത്തുകയായിരുന്നു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ തേരോട്ടം. അതൊരു വെറുമൊരു ശോഭാ സുരേന്ദ്രൻ ആയിരുന്നില്ല, വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ്. അത്രയും വോട്ട് കിട്ടാനുള്ള സാധ്യത വി മുരളീധരന് ഞാൻ കാണുന്നില്ല. ഞാനതൊരു വെല്ലുവിളിയായി ഞാൻ പറയുന്നില്ല, പക്ഷേ അത്രയും വോട്ട് കിട്ടാൻ സാധ്യത. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് വോട്ട് കൂടാനുള്ള സാധ്യത. പക്ഷേ ആ മണ്ഡലത്തെ അറിയുന്ന, ആ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ പറയുന്നത് കഴിഞ്ഞ തവണത്തെ വോട്ട് കിട്ടില്ല എന്നുള്ളതാണ്. ഇനി അത് കിട്ടിയാൽ തന്നെയും ഈ പറയുന്ന 15% മുകളിൽ കടക്കാൻ വലിയ പാടാണ്. നോക്കാം, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കണക്കനുസരിച്ച് BJP ശരാശരി ഒരു 18-19% പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയും. ഇനി 4 മണ്ഡലങ്ങൾ കൂടി നമുക്കുണ്ട്. തൃശ്ശൂർ മണ്ഡലം നമ്മൾ എടുത്തിട്ടില്ല. ആ മണ്ഡലത്തിന് ഇതുവരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിയാൽ പോലും അതിപ്പോൾ തന്നെ 16-17% എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ ഞെട്ടിച്ചതും ആറ്റിങ്ങൽ മണ്ഡലമാണ്. അതെങ്ങനെയാണ് ഇനി തിരിഞ്ഞു പോകുക എന്ന് എനിക്കറിയില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എൻ്റെ വോട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. അവിടെ ഈ വി മുരളീധരൻ ഇപ്പോഴങ്ങോട്ട് സ്ഥാനാർത്ഥിയായി വരുന്നതല്ല. അവിടെ കേന്ദ്രീകരിച്ച്, അതായത് കഴക്കൂട്ടത്ത് തോറ്റതിന് ശേഷം ഈ വി മുരളീധരൻ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തതെല്ലാം ഈ ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസി കേന്ദ്രീകരിച്ച് തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പരിപാടികളിലും വി മുരളീധരൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ലോഞ്ച് ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019. എന്നിട്ടും അവർ വലിയ രീതിയിൽ വോട്ട് പിടിച്ചു. ശബരിമലയുടെ ഒരു അനുകൂല വോട്ടുകൾ കിട്ടിയത്, അല്ലെങ്കിൽ കൃത്യമായി പിടിക്കാൻ കഴിഞ്ഞത് കെ സുരേന്ദ്രനും ഒപ്പം ശോഭാ സുരേന്ദ്രനുമാണ്, പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലും. പക്ഷേ അവിടെയുള്ള വി ജോയിക്ക് കിട്ടേണ്ട വോട്ടുകൾ ഏതാണ്? ഈഴവ വോട്ടുകളാണ്. അവിടെ SNDPയുടേതായാലും അല്ലാത്തതായാലും ഉള്ള വോട്ടുകളുടെ കൺസോളിഡേഷൻ വി ജോയിലേക്ക് പോവില്ല, വി മുരളീധരനിലേക്ക് പോകൂ എന്നുള്ളത് വ്യക്തമാണ്. വി ജോയി പോലും അത് പ്രതീക്ഷിക്കുന്നില്ല. കോട്ടയം വി ജോയി അത് ഞാൻ പറയട്ടെ, വി ജോയി അത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വർക്കല MLA ആണ് വി ജോയി, ജില്ലാ സെക്രട്ടറിയായി ഇപ്പോൾ വന്നു. പക്ഷേ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ആറ്റിങ്ങലിൽ വി ജോയി അത്ര പോപ്പുലർ അല്ല. അത് അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വി ജോയി പോലും അതിനപ്പുറം പറയില്ല. വി ജോയിയുടെ പോപ്പുലാരിറ്റി അല്ലല്ലോ അവിടെ CPMന്റെ അടിത്തറയാണ്. ഏറ്റവും ശക്തമായ അടിത്തറയുള്ള ഒരു ലോക്സഭാ മണ്ഡലം ആറ്റിങ്ങൽ എന്നിടത്ത് അവിടെ ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് വി ജോയ് വരുന്നത്. മറ്റത് വി മുരളീധരൻ്റെ വ്യക്തിപ്രഭാവം ആ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ വോട്ടുകൾ സ്വാധീനിക്കണം. ഇപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സംഭവിച്ചത് എന്താണ്? ഇടതുപക്ഷ വോട്ടുകൾ മൈഗ്രേറ്റ് ചെയ്തു.
അടൂർ പ്രകാശിലേക്ക് അടൂർ പ്രകാശിലേക്ക്. കാരണം അടൂർ പ്രകാശിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? അവിടെ ശബരിമല എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ സബർബനിൽ ഏറ്റവും വലിയ വിഷയമാവും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് അടൂർ പ്രകാശിലേക്ക് അല്ല, മൈഗ്രേറ്റ്. അവിടെ രണ്ട് രീതിയിൽ മൈഗ്രേഷൻ നടന്നു. ഒന്ന് CPM-ന്റെ വോട്ടുകൾ അടൂർ പ്രകാശിലേക്ക് പോയി. അടൂർ പ്രകാശിന് കിട്ടേണ്ടിയിരുന്ന UDF-ന്റെ വോട്ടുകൾ പലതും ശോഭാ പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനേക്കാൾ കൂടുതൽ കിട്ടാൻ യാതൊരു സാധ്യതയില്ല വി മുരളീധരൻ. അത് നമുക്കത് വോട്ടെണ്ണുമ്പോൾ പറയാം. കാണുമ്പോഴേ നമുക്കത് സാധ്യമാവും. നമ്മുടെ പക്ഷേ നോക്കൂ, നമ്മുടെ കേരളത്തിൽ നമ്മളിപ്പോൾ അവിടെ മത്സരം BJP-യും അല്ലല്ല. ഇടതുപക്ഷവും തമ്മിലല്ല. അവിടെ മത്സരം തീർച്ചയായിട്ടും കോൺഗ്രസും BJP-യും തമ്മിൽ. പക്ഷേ ത്രികോണ മത്സരത്തിനുള്ള എല്ലാ സാധ്യതയുമുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്നാണ് എൻ്റെ പക്ഷം. തൃശ്ശൂരും അങ്ങനെ തന്നെയാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന രണ്ട് മണ്ഡലമായി നമുക്ക് വളരെ ക്ലീനായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ആറ്റിങ്ങലും ഒന്ന് തൃശ്ശൂരുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ ശക്തമായ മത്സരമാണ്. Meet the editors.